ഹലോ, ഇത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കിറ്റാണ് കേട്ടോ. അതിന് കിറ്റുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അത് 3/4 ലിറ്റർ വെള്ളമാട്ടോ. അതിന് നമ്മൾ അളന്നെടുക്കണം. 1 ലിറ്ററിൻ്റെ കുപ്പിയിലാണ് വെള്ളം എടുത്തേക്കണത്. പക്ഷെ അത് ഫുള്ള് എടുത്തിട്ടില്ല, 3/4 ലിറ്ററാണ് എടുത്തത്. മുച്ചുണ്ട് കോസ്റ്റിക് സോഡ ഈ 3/4 ലിറ്റർ വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ചെടുക്കട്ടോ. മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇത് ശ്വസിക്കാൻ പറ്റൂല. നമ്മളിത് പുറത്തേക്കൊക്കെ കൊടുക്കുക, കടയിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾക്ക് ഈ പഴയ എണ്ണയിട്ട് ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ. ഇത് നമ്മളെ വീട്ടാവശ്യത്തിന് മാത്രം ആയതുകൊണ്ടാണ് ഈ പഴയ എണ്ണയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത്. പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ എണ്ണ, പുതിയ വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങണം. പിന്നെ പറ്റും നമുക്ക് തേങ്ങയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ പഴയ തേങ്ങ കാറിയത് അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആട്ടിയാൽ അതേറ്റവും ഉണ്ടാക്കുക. അത് നല്ല എണ്ണ തന്നെ വേണമെന്നില്ല. കോസ്റ്റിക് സോഡ ഇട്ടില്ലേ, അതിപ്പോൾ ആ വെള്ളം നല്ലോണം ചൂടായിട്ട് നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. പക്ഷെ ആ പൊടി ഇടുമ്പോൾ നല്ലോണം വെള്ളം ചൂടാവും. ഇനി ആ വെള്ളം തണുത്തതിൻ്റെ ശേഷമാണ് ബാക്കി പണി നമുക്ക് ചെയ്യാനുള്ളത്. 1 മണിക്കൂർ നമ്മൾ ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. ഞങ്ങളിത് ഉണ്ടാക്കാനേ നമുക്കിത് നല്ല ഒറിജിനൽ എണ്ണ കൊടുന്നുണ്ടാക്കിയാൽ എന്തായാലും മുതലാവൂല. അപ്പം എന്താ കാട്ടാറ്, എവിടെയെങ്കിലും കല്യാണം, ഓഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയണ അയൽവാസികളൊക്കെ അവിടെയൊക്കെ കല്യാണം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അവിടുന്ന് പഴയ എണ്ണ ഓഡിറ്റോറിയത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുന്ന് കാണും ഇവിടെ വെക്കലാണ്. ഞങ്ങൾ പുറത്തുനിന്ന് സോപ്പ് വാങ്ങലില്ല. നമ്മളെ കയ്യിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ സോപ്പ് ഞാൻ അത് തന്നെ ഉപയോഗിക്കല്. കടയിൽ നിന്ന് വാങ്ങാൻ കഴിയൂല, വാങ്ങലുമില്ല, ഒരു പ്രശ്നമില്ല. ഇത് നമുക്ക് ആട്ടിയ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഊറിക്കണ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൽ കിട്ടാൻ സാവാനൊക്കെ ഒരു ഉറപ്പും കിട്ടും. ഇത് 2ാമത്തെ അളവാണ്. ആദ്യം 1 ടിന്ന് ഒഴിച്ചു, 1 ലിറ്റർ ഒഴിച്ചു. ഇനി 1/2 ലിറ്ററും കൂടിയാണ് ആവശ്യമുള്ളത്. ഒരു കിറ്റിക്കാട്ടുള്ള അളവാണ് കേട്ടോ ഈ പറയുന്നത്. ഞാൻ ഫുള്ള് കുടിച്ച സമ്മാനം തരുവച്ചോക്ക. എന്ത് സമ്മാനം തരുവച്ചോക്ക? ചമ്മന്തി വെച്ച് ഇവിടെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടുകാണ്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ചാണേ. ഞാൻ പാട്ട് പാടുന്ന ആദ്യം വെച്ചോക്ക. ചാച്ചാജിന്റെ പാട്ട് പാടുന്ന വെച്ചോക്ക. ഇസ്ലാംകാരും പടികൊട്ട, ഇസ്ലാംകാരും പടികൊട്ട അവിടെ കാട്ടൊക്കെ നോക്കണ്ട. ആരാ നോക്കുന്നത്? പൂമോള് നോക്കുക. ഇസ്ലാംകാരും പടികൊട്ട്, ഇസ്ലാംകാരും പടി ഒരു മുട്ടായി വരും. പടിക ഇസ്ലാംകാരും പടി പൂമോക്ക് ഇഷ്ടം ഇസ്ലാംകാരിയാണ്. പേരാൻ പറയുന്നത് വാ. ഇങ്ങനത്തെ പണികളൊക്കെ ഹസ്ബൻഡാട്ടോ ചെയ്യല്. ഒഴിവില്ല, ഞാൻ ഉണ്ടാക്കാൻ നിൽക്കണമെങ്കിൽ കുട്ടി എത്തിച്ചു തരും. അപ്പൊ അതിന് തൊട്ട് ഇതിൽ തൊട്ട് അങ്ങനെയൊക്കെ ആകുമ്പോ പേടിയാണ്, അവൻ തൊടാൻ പറ്റൂലല്ലോ. ഇതിക്കാട്ടോ നമ്മള് ഒഴിച്ചേക്കല്. ഇതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിങ്ങനെ ഇതിലുണ്ട് പാർന്ന് വെച്ചാല് പിറ്റേ ദിവസം പിന്നെ ഇതിൽ നിന്നിട്ട് പൊട്ടിയെടുത്ത് കാണ്ട് പിന്നെ ഓരോ വാരാക്കി ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ച് വെക്കുക. ഇന്നിപ്പോ ഇതിൽ അച്ചക്കാനേ പറ്റുള്ളൂ. സോപ്പ് ഉണ്ടാക്കുന്ന അച്ഛനുണ്ട് ഇവിടെ, അതിൽ ഒഴിച്ചാലോ എന്നൊക്കെ എന്നാൽ പെട്ടെന്ന് അതിന് പൊളിച്ചെടുക്കാൻ പറ്റും. ഇത് സെറ്റായി കിട്ടണമെങ്കിൽ 1 ദിവസം കഴിയണം. സെറ്റായി പറഞ്ഞതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പ് കിട്ടുള്ളൂ.
ഉണ്ടാക്കി തരാൻ നല്ല പൂതിയൊക്കെ ഉണ്ട്. പക്ഷെ അറിയാം മാസ്ക് ഇട്ട് ഇതിന്റെ വാസന എല്ലാം കൂടെ ആയിട്ട് ശ്വാസം കിട്ടില്ല. എന്നോട് പറയാം പാട്ടൊക്കെ പാടി വെക്കി. പക്ഷെ ഞങ്ങളെ വീട്ടിലുണ്ടാവില്ല. കയ്യിൽ ശ്വാസം കിട്ടില്ല. ഇല്ലല്ലേ കുറച്ച് കഴിഞ്ഞാലാട്ടോ ഇനി ഭയങ്കര ടൈറ്റ് ആയി വരും. ആ വെള്ളം നീക്കണ്ട് ഒഴിച്ചാൽ ആദ്യം നമ്മള് ഒഴിച്ച് വെച്ചില്ലേ അത്. അപ്പൊ ആ ടൈറ്റ് ആവുമ്പോ ഞാനാണ് ഇളക്കി കൊടുക്കുക. പക്ഷെ ഹസ്ബൻഡിനെ കൊണ്ട് കയ്യിൽ ഇളക്കാന് അതിന് ബലം പിടിച്ച് ഇളക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ ഇളക്കി കൊടുക്കും ടൈറ്റ് ആയി വരുമ്പോ. എന്റെ പേര് അഫ്സത്ത്. എന്റെ പേരെന്താ? അവന്റെ പേര് ചക്കര സൂസലോ. എന്റെ പേര് ഇസാന്. ചക്കര സൂസ് കൂടെയാണ് എന്റെ പേര് ഇപ്പൊ ചോദിച്ചത്. ചക്കര സൂസ് ഓരോ ജീവനാണ്. എന്ത് കിട്ടിയാലും 2 പാത്രം കിട്ടിയാൽ എന്തെങ്കിലും ഒന്ന് കറങ്ങ, എന്തേലും മൂടി കിട്ടിയാൽ ചക്കര സൂസ്. ഓരോ പേര് ചക്കര സൂസ്. ഇത് ഫാനിട്ട് കണ്ടിട്ട് വന്നാ മതി. ഫാനില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചീത്ത പറയും. ഇപ്പൊ ഇത് നല്ല ടൈറ്റായി മുറുകി വരുന്നുണ്ട്. അപ്പൊ അതിന് കതച്ചിട്ട് കഴിയണില്ല. ഞാൻ ഇളക്കി കൊടുക്കട്ടെ. എത്രത്തോളം മിക്സിങ് നന്നാവണോ അത്രത്തോളം സോപ്പ് പെർഫെക്റ്റ് ആവട്ടോ. തൊടല്ല. മാഷാ അല്ലാഹ് പറയാ. ഇന്നത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാളെ ഈ സമയമാകുമ്പോഴേ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.